അയാളെ ഉറക്കി കിടത്താൻ വന്നവരെ അയാൾ തിരിച്ച് വെള്ളം പുതപ്പിച്ച് കിടത്തിയ മട്ടാണ്. അപ്പോൾ അതൊരു പടിയല്ലേ സാക്ഷാൽ ലിയോ മെസ്സി ചെയ്തിരിക്കുന്നത്. തുഷൽ മെസ്സിയെ ഗോളടിപ്പിക്കാതിരിക്കാൻ എല്ലാ പണിയും ചെയ്തു വെച്ചിരുന്നു കേട്ടോ. പക്ഷേ മെസ്സിയിൽ ഒരു ടോപ്പ് ക്ലാസ് പ്ലേ മേക്കർ ഉണ്ട് എന്ന കാര്യം മറന്നുപോയോ തുഷലും സംഘവും? യെസ്, ലിയോ മെസ്സി ഉണ്ടാകുമ്പോൾ അർജൻറ്റീനയ്ക്ക് ഭയക്കാനൊന്നുമില്ല. ഇത് അക്ഷരാർത്ഥത്തിൽ മെസ്സി മാജിക്കാണ്. ഒരു ഗോൾ അടിച്ചിട്ട് ഇംഗ്ലണ്ട് പിന്നെ എന്താ ചെയ്തത്? മുഴുവൻ ഡിഫൻസ്, അതും മധ്യനിരയിലെ താരങ്ങളൊക്കെ പിൻവലിച്ച് ഡിഫൻഡർമാരെ ഇറക്കിയ തോമസ് ടൂഷൽ എന്താണാവോ ഉദ്ദേശിച്ചത്? മെസ്സിയുള്ളൊരു ടീമിനെതിരെ 10-30 മിനിറ്റിലധികം ഡിഫൻഡ് ചെയ്ത് ഒറ്റ ഗോളിൻ്റെ ലീഡും കടിച്ച് തൂങ്ങി നിന്ന് ജയിക്കാമെന്നാണോ കരുതിയത്? തെറ്റിപ്പോയി തോമസ് ടൂഷൽ താങ്കൾക്ക്. അതുപോലെ ഇംഗ്ലീഷ് മുൻ താരങ്ങളുടെയൊക്കെ വലിയ വെല്ലുവിളികളായിരുന്നല്ലോ, നിങ്ങൾക്കും തെറ്റിപ്പോയി. കാരണം എന്താണെന്നറിയോ? മെസ്സി അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇതുവരെ ഇംഗ്ലണ്ടിനെതിരെ കളിച്ചിട്ടില്ല. മെസ്സിയുടെ ചൂടെന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. അത് കൃത്യമായിട്ട് ഇപ്പോൾ അറിഞ്ഞു. ഇനി നിങ്ങൾക്ക് നഷ്ട സ്വപ്നങ്ങളെന്നും പറഞ്ഞ് നടക്കാം, അത്രയേ ഉള്ളൂ. ആയിരിക്കും പറഞ്ഞ പോലെ ഈ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിലൊക്കെ ഒറ്റ ഗോള് അത് ഹോൾഡ് ഓൺ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. അത് ഞങ്ങൾ തിരിച്ചറിയുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അത് തിരിച്ചറിഞ്ഞു, കോച്ച് അത് തിരിച്ചറിഞ്ഞോ എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും മെസ്സി മാജിക്കിൻ്റെ ഏറ്റവും മനോഹരമായ ചില കണക്കുകൾ ഞാനൊന്ന് പറയട്ടെ. ഈ കളിയിൽ ഏറ്റവും എക്സ്പെക്റ്റഡ് അസിസ്റ്റ് റേഷ്യോ അദ്ദേഹത്തിനായിരുന്നു 0.76. ഏറ്റവും അധികം അസിസ്റ്റുകൾ ലിയോ മെസ്സിയാണ്, 2 മോസ്റ്റ് ബിഗ് ചാൻസസ് ക്രിയേറ്റഡ് ലിയോ മെസ്സിയാണ്, 2 മോസ്റ്റ് കീ പാസുകൾ ലിയോ മെസ്സിയാണ്, 4 മോസ്റ്റ് സക്സസ്ഫുൾ ഡ്രിബ്ലിങ്ങുകൾ ലിയോ മെസ്സിയാണ്, 9 മോസ്റ്റ് ഗ്രൗണ്ട് ഡ്യുവൽസ് ലിയോ മെസ്സിയാണ് വിൻ ചെയ്തിരിക്കുന്നത്, 12 39കാരനായ ഒരു മനുഷ്യരാണ് കളിക്കളത്തിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ഈ വേൾഡ് കപ്പിൽ എന്ത് സംഭവിക്കണം, വേൾഡ് കപ്പിൽ ആര് ഫൈനൽ കടക്കണം, വേൾഡ് കപ്പ് ആര് കൊണ്ടുപോകണം, അതൊക്കെ മെസ്സി തീരുമാനിക്കും. മറ്റുള്ളവർ അതങ്ങ് അനുസരിച്ച് കൊണ്ടാൽ മതി.